ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ അറിയും, സ്ലൈസ് എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഓൾറെഡി നമുക്ക് പേ ലേറ്റർ ആയിട്ടും അതുപോലെ തന്നെ ലോണൊക്കെ ആയിട്ട് തരുന്നൊരു ആപ്പായിരുന്നു സ്ലൈസ് എന്ന് പറഞ്ഞ സാധനം. അതൊരു ഫിൻടെക് കമ്പനിയാണ്, നിങ്ങൾക്ക് അറിയാം. റീസെൻ്റ്ലി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ അത് ആക്ച്വലി ഒരു സ്ലൈസ് എന്ന് പറഞ്ഞ കമ്പനി നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് നമ്മുടെ നോർത്തിലത്തേക്ക്, നമ്മുടെ ഇവിടുത്തെ SF ബാങ്കും AU സ്മോൾ ഫിനാൻസ് ബാങ്കൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഒരു ബാങ്കായിരുന്നു നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പോൾ അതിനെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലൈസ് ഇപ്പോൾ ഒരു ബാങ്കായി, ഇപ്പോൾ ഫുള്ളി ഫംഗ്ഷനായിട്ട് ഇപ്പോൾ ബാങ്കായിട്ട് ഇപ്പോൾ ഇത്ര കാലം അതിൻ്റെ പ്രൊസീജിയറിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയും കാലം സ്ലൈസ് വാലറ്റായിരുന്നു ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ഇത് കുറേ പേർക്ക് എല്ലാവർക്കും വന്നിട്ടില്ല ഓഫർ. നിങ്ങളൊരു സ്ലൈസ് ആപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സ്ലൈസ് അക്കൗണ്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അതിൻ്റെ ആപ്പിൽ കാണിക്കുന്നതായിരിക്കും അപ്ഗ്രേഡ് ടു ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ സ്ലൈസ് വാലറ്റ് ബാങ്ക് അക്കൗണ്ടായിട്ട്, അത് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു സീറോ ചാർജ്, ഒരു ചാർജും ഇല്ല, ഒന്നുമില്ല. വെർച്വൽ ഡെബിറ്റ് കാർഡ് മാത്രമേ ഇപ്പോൾ തൽക്കാലം കിട്ടുന്നുള്ളൂ. പക്ഷേ നോർമൽ നമ്മുടെ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഹിഡൻ ചാർജസുകളോ അതുപോലെ തന്നെ ആനുവൽ മെയിൻ്റനൻസ് ചാർജോ ഒന്നുമില്ല. സീറോ ബാലൻസ് ആണ്, ഫുള്ളി സീറോ ബാലൻസ് ആണ്. ഫിസിക്കൽ കാർഡ് ഇപ്പോൾ തൽക്കാലം ഇല്ല. അതുപോലെ തന്നെ ചെക്ക് ബുക്ക് ഓൺ റിക്വസ്റ്റ് തരുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിന് മുകളിൽ നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് ടു ഉണ്ട്, ബാങ്കിങ് കാണുന്നുണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. പാൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു OTP ഡീറ്റെയിൽസ് വരും. OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ KYC ഓപ്ഷൻ വരും. അപ്പോൾ വീഡിയോ KYC ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആവും. ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സ്ലൈസ് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു തൽക്കാലത്തേക്ക് ഒരു പ്രത്യേകിച്ച് സെക്കൻഡറി അക്കൗണ്ടായിട്ടോ തേർഡ് അക്കൗണ്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, എന്താ വെച്ചാൽ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുമ്പോൾ അത് ഇവിടെ ബ്രാഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷേ കുഴപ്പമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് സെക്കൻഡറി അക്കൗണ്ടായിട്ടൊക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മൾ UPI ട്രാൻസാക്ഷൻ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നോർമൽ ബാങ്കിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ UPI ആയിക്കോട്ടെ എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ ഓൾറെഡി കാണിച്ചില്ല. പക്ഷേ ഞാൻ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് കുറേ അക്കൗണ്ട് ഉണ്ട്. പിന്നെ സ്ലൈസ് ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ ഈ ന്യൂസ് കേട്ടപ്പോൾ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഓഫർ വന്നിട്ടുണ്ട്. മിക്ക ആൾക്കാർക്ക് വന്നിടാൻ ചാൻസ്. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഇല്ല, അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. വിർച്വൽ ഡെബിറ്റ് കാർഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജിയോ അക്കൗണ്ടൊക്കെ ഇല്ലേ, ജിയോ ഫിനാൻസിൻ്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ പോലെ അതേപോലെയാണ് സാട്ടാണ്. ഫിസിക്കൽ അക്കൗണ്ട് കിട്ടില്ല, ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാർജും ഇല്ല, സീറോ ചാർജാണ്. UPI നമുക്ക് ഉപയോഗിക്കാം. UPI ആപ്പൊക്കെ നമുക്ക് ഒരു ഓപ്ഷൻ വരും ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മൾ തന്നെ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി എടുത്തേക്കുന്നത് NISM സർട്ടിഫിക്കേഷനാണ്, നമ്മുടെ SEBIയുടെ. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ GHH വേൾഡ് കാണത്തിൽ പോയി കണ്ടുപോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാക്കി നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. എല്ലാ സംഭവങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോൺസുകളും ക്രെഡിറ്റ് കാർഡ്സൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.